10ാം തരം കേരള പാഠാവലിയിലെ 4ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠഭാഗമാണ് അനിത തമ്പിയുടെ ആലപ്പുഴ വെള്ളം. ബഹുമുഖ പ്രതിഭയാണ് അനിത തമ്പി. IIT മുംബൈയിൽ നിന്ന് എംടെക്കും മാലിന്യ സംസ്കരണത്തിൽ ഗവേഷണ ബിരുദവും കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും നേടിയ എഴുത്തുകാരിയാണ് അനിത തമ്പി. ദേശാന്തര യാത്രയിൽ വെള്ളവും ജലവും വേർതിരിച്ചറിയാനാവാതെ ആലപ്പുഴ ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം ജലവും വെള്ളവും രണ്ടായിത്തീരുന്ന അവസ്ഥയുണ്ട്. ജലത്തിന്റെ വിശുദ്ധി സ്വന്തം ദേശത്തിലില്ല എന്ന തിരിച്ചറിവ് എഴുത്തുകാരിയിൽ ദുഃഖം ഉളവാക്കുന്നു. ഇനി നമുക്ക് കവിത വായിച്ചതിന് ശേഷം അതിൻ്റെ ആശയം മനസ്സിലാക്കാം. ആലപ്പുഴ നാട്ടുകാരി കരിമണ്ണു നിറക്കാരി കവിതയിലെഴുതുമ്പോൾ ജലമെന്നാണെഴുതുന്നു. കവി ആറ്റൂർ ചോദിച്ചു, വെള്ളമല്ലേ നല്ലത്? ആലപ്പുഴ നാട്ടുകാരി മെടഞ്ഞോല മുടിക്കാരി തൊണ്ടു ചീഞ്ഞ മണമുള്ള ഉപ്പു ചേർന്ന രുചിയുള്ള കടും ചായ നിറമുള്ള കലശുവെള്ളത്തിൻ്റെ മകൾ. ജലമെന്നാൽ അവൾക്കത് വയനാട്ടിൽ നിളനാട്ടിൽ മലനാട്ടിൽ തെക്കൻ നാട്ടിൽ വാഴുന്ന തെളിനീര്. വാനിൽ നിന്നു മടർന്നത് നിലം തോടും മുൻപുള്ളത് മണമില്ലാത്തത് മണ്ണിനാഴങ്ങൾ തരുന്നത് നിറമില്ലാത്തത് ദൂരം ഉയരങ്ങൾ കാൺമത് സമതലങ്ങളിൽ വാടി കിടന്നു പോകാത്തത്. നമുക്ക് പാഠത്തിൻ്റെ ആദ്യ ഭാഗത്തെ ആശയം മനസ്സിലാക്കാം. ആലപ്പുഴ നാട്ടുകാരി കരിമണ്ണു നിറക്കാരി. കരിമണലിന് ആലപ്പുഴ തീരം പ്രസിദ്ധമാണല്ലോ. കവിത എഴുതുമ്പോൾ ജലം എന്നല്ലേ എഴുതുന്നത്, വെള്ളം എന്ന് എഴുതുന്നതല്ലേ നല്ലത് എന്ന് കവി ആറ്റൂർ രവിവർമ്മ ചോദിച്ചു. തൊണ്ട് ചീഞ്ഞ മണമുള്ള ഉപ്പ് ചേർന്ന രുചിയുള്ള കടും ചായ നിറത്തിലുള്ള കലങ്ങിയ വെള്ളം കണ്ട് പരിചയിച്ച എഴുത്തുകാരിക്ക് ജലം എന്നത് മറ്റൊരു അനുഭവമാണ്. ജലമെന്നാൽ അവൾക്ക് വയനാട്ടിൽ നിളനാട്ടിൽ, നിള ഭാരതപ്പുഴയാണ്, മലനാട്ടിൽ തെക്കൻ നാട്ടിൽ വാഴുന്ന തെളിനീരാണ്. ആകാശത്തു നിന്നും അടർന്ന് നിലം തൊടും മുൻപുള്ളതാണ്. മരണമില്ലാത്തതും എന്നാൽ മണ്ണിന് ആഴങ്ങൾ തരുന്നതുമാണ്. സമതലങ്ങളിൽ വാടിക്കിടന്നു പോകാത്തതാണ്. ചാകരയ്ക്കു തുറ പോലെ തുള്ളുന്ന മഴക്കാലം, ചൊരിമണൽ പഴുത്തു തീ തുപ്പുന്ന മരുക്കാലം, കവിഞ്ഞിട്ടും കുറുകിയും കഴിച്ചിലാകുന്ന വെള്ളം, പിഞ്ഞാണം ചരുവങ്ങൾ കോരിവയ്ക്കും കുടങ്ങൾ, തേച്ചാലും ഉരച്ചാലും പോകാത്ത ചെതുമ്പലായി പറ്റിച്ചേർന്നിരിക്കുന്നു വെള്ളത്തിൻ്റെ വേദന. കനാലുകൾ, ബോട്ടുജെട്ടി, കല്ലിരുമ്പു പാലങ്ങൾ, കുളം, കായൽ, വിരിപ്പായൽ, കുളവാഴപ്പൂച്ചിരി, ചകിരി പൊന്നൊളിയുള്ള ഇരുമ്പിൻ്റെ ചുവയുള്ള വിയർപ്പിൻ്റെ വെക്കയുള്ള ആലപ്പുഴ വെള്ളം ഇളകിയും മങ്ങിയും അതിദൂരത്തകലുന്നു. പറവകൾ കാണുന്ന പടങ്ങളായി മാറുന്നു. പതിറ്റാണ്ടുകൾ കഴിഞ്ഞു തെക്കൻ നീരിലൂരുറച്ചു. എന്നിട്ടുമെഴുതുമ്പോൾ ഓർമ്മയിൽ പരതുമ്പോൾ ആലപ്പുഴ നിറക്കാരി, ആലപ്പുഴ മുടിക്കാരി, ജലമെന്നോ വെള്ളമെന്നോ തിരിയാതെ തിരിയുന്നു, തൊണ്ടദാഹിക്കുന്നു. തുടർന്നുള്ള ഭാഗത്തിൻ്റെ ആശയം നമുക്ക് മനസ്സിലാക്കാം. ചാകരയ്ക്ക് തുറ എങ്ങനെയാണോ അതുപോലെ തുള്ളുന്ന മഴക്കാലം, പിന്നെ തീ തുപ്പുന്ന മരുക്കാലം. ഇങ്ങനെ വ്യത്യസ്ത അനുഭവങ്ങളിലൂടെയാണ് ആലപ്പുഴക്കാർ കടന്നു പോകുന്നത്. വെള്ളം ധാരാളമുണ്ടെങ്കിലും ശുദ്ധജലം ആവശ്യത്തിന് ലഭിക്കാറില്ല. നിറച്ചു വയ്ക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളിൽ ചെതുമ്പൽ പോലെ ചെളിയുടെ അംശങ്ങൾ കാണാൻ കഴിയും. പറ്റിച്ചേർന്നിരിക്കുന്നു വെള്ളത്തിൻ്റെ വേദന എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കനാലുകൾ, ബോട്ട് ജെട്ടി, കല്ലിരുമ്പ്, പാലങ്ങൾ, കുളം, കായൽപ്പരപ്പ് തുടങ്ങി ആലപ്പുഴയുടെ ഭൂപ്രകൃതി കവയിത്രി അവതരിപ്പിക്കുന്നു.
ചകിരിപ്പൊന്നളിയുള്ള ഇരുമ്പിൻ്റെ ചുവയുള്ള വിയർപ്പിൻ്റെ വെക്കയുള്ള വെക്കച്ചൂട് ആലപ്പുഴ വെള്ളം ഇളകിയും മങ്ങിയും അതിദൂരത്തകലുന്നു. പറവകൾ കാണുന്ന പടങ്ങളായി മാറുന്നു. ആലപ്പുഴയുടെ മണ്ണിൽ വന്നു പോകുന്ന ധാരാളം പറവകൾ കാഴ്ചയ്ക്ക് ഭംഗി നൽകുന്നതാണ്. ഉപ്പുചുവയോടെ ജീവിതത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വെള്ളം ദേശം വിട്ട് തെക്കൻ ദേശത്ത് കുടിയേറിയപ്പോൾ ജലം വെള്ളം അല്ലെന്ന സത്യം താനും മറന്നുപോകുമോ എന്ന പേടി എഴുത്തുകാരിയിൽ ദർശിക്കാം. ജലമെന്നോ വെള്ളമെന്നോ തിരിയാതെ ഇപ്പോഴും ജലത്തിനു വേണ്ടി അവരുടെ മനസ്സ് കൊതിക്കുന്നു. വാക്കുകൾ ചിത്രങ്ങളാകുന്ന കാഴ്ച കവിതയിൽ കാണാൻ കഴിയും. ഇനി നമുക്ക് പാഠഭാഗത്തെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം: ആലപ്പുഴ ദേശത്തിൻ്റെ എന്തെല്ലാം സവിശേഷതകളാണ് കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്? കണ്ടെത്തി അവതരിപ്പിക്കുക. ആലപ്പുഴ ദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കവിതയിൽ ദർശിക്കാൻ കഴിയും. വെള്ളം അവരുടെ സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതവർക്ക് ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും കൂടിയാണ്. വെള്ളത്താൽ ചുറ്റപ്പെട്ടതാണെങ്കിലും ശുദ്ധജലം വേണ്ടത്ര ലഭ്യമല്ല. ശുദ്ധജലം നിറച്ചു വയ്ക്കുന്ന പാത്രങ്ങളിൽ തേച്ചാലും ഉരച്ചാലും പോകാത്ത ചെതുമ്പൽ പോലെ ചളി പറ്റിച്ചേർന്നിരിക്കും. കനാലും ബോട്ട് ജെട്ടിയും കല്ലിരുമ്പ് പാലങ്ങളും കുളവും കായലും പായലും ചകിരിപ്പൊന്നൊളിയുള്ള ഇരുമ്പിൻ്റെ ചുവയുള്ള വിയർപ്പിൻ്റെ വെക്കയുള്ള വെള്ളം അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. വിശാലമായ പാടത്ത് പറന്നെത്തുന്ന പറവകൾ ആലപ്പുഴയുടെ ദൃശ്യസമ്പന്നത വിളിച്ചറിയിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം: ഞങ്ങൾക്ക് ജലവും വെള്ളവും ഒന്നല്ലായിരുന്നു, ഇപ്പോഴുമല്ല. അവ ഞങ്ങൾക്ക് രണ്ട് അനുഭവ ലോകങ്ങളാണ്. അനിതത്തമ്പിയുമായുള്ള അഭിമുഖത്തിൽ നിന്ന് എടുത്തിട്ടുള്ള വാക്കുകളാണ്. ഈ പ്രസ്താവനയെ സാധൂകരിക്കുന്ന കവിതാ സന്ദർഭങ്ങൾ ഏതെല്ലാം? അവ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ജലവും വെള്ളവും ഞങ്ങൾക്ക് ഒന്നല്ല എന്ന എഴുത്തുകാരിയുടെ വാക്കുകളെ സാധൂകരിക്കുന്നതാണ് ആലപ്പുഴ വെള്ളം എന്ന കവിത. വെള്ളം ആലപ്പുഴക്കാർക്ക് ധാരാളമായി ലഭിക്കുന്നുണ്ടെങ്കിലും ശുദ്ധജലം അവർക്ക് ഒരു സ്വപ്നമോ പ്രതീക്ഷയോ ആണ്. വയനാട്ടിൽ, നിളനാട്ടിൽ, മലനാട്ടിൽ, തെക്കൻ നാട്ടിൽ വാഴുന്ന തെളിനീര് വാനിൽ നിന്നും അടർന്നതും നിലം തൊടുന്നതിന് മുൻപുള്ളതും മണമില്ലാത്തതും മണ്ണിന് ആഴങ്ങൾ തരുന്നതുമാണെന്ന് അവർ തിരിച്ചറിയുന്നു. ജലം അവർക്ക് അന്യവും വെള്ളം എന്നത് അവർക്ക് വേദനയുമാണ്. തേച്ചാലും ഉരച്ചാലും പോകാത്ത ചെതുമ്പൽ പോലെ ജീവിതത്തോട് പറ്റിച്ചേർന്ന് കിടക്കുന്ന അവസ്ഥ വെള്ളത്തിൻ്റെ വേദന തന്നെയാണ്. അനുഭവങ്ങൾ ആഴത്തിൽ പതിയുമ്പോൾ വാക്കുകൾ വെളിപ്പെടുത്തലാകുന്നു. അത്തരം അനുഭവത്തിൻ്റെ കാവ്യാത്മകമായ ആവിഷ്കാരമാണ് ആലപ്പുഴ വെള്ളം. മൂന്നാമത്തെ ചോദ്യം: തേച്ചാലും ഉരച്ചാലും പോകാത്ത ചെതുമ്പലായി പറ്റിച്ചേർന്നിരിക്കുന്നു വെള്ളത്തിൻ്റെ വേദന. വെള്ളത്തിൻ്റെ വേദന എന്ന പ്രയോഗം നൽകുന്ന അർത്ഥസാധ്യതകൾ എന്തെല്ലാം? ചർച്ച ചെയ്യുക. വാക്കുകൾക്കപ്പുറം ജീവിതാനുഭവങ്ങളെ ആസ്വാദകരിലേക്ക് വിനിമയം ചെയ്യാൻ ഇത്തരം പ്രയോഗങ്ങൾക്ക് കഴിയും. വെള്ളവും ജലവും ഒന്നല്ല എന്ന അനുഭവബോധത്തിലാണ് ആലപ്പുഴക്കാർ. അവർക്ക് ജലമെന്നത് വയനാട്ടിലും നിളനാട്ടിലും മലനാട്ടിലും ഉള്ള തെളിനീരാണ്. പൂഴിമണ്ണ് കലർന്നതും കുറുകി കൊഴുത്ത് ഇരുമ്പിൻ്റെ ചുവയുള്ളതുമാണ് ആലപ്പുഴയിലെ വെള്ളം. കോരിവയ്ക്കുന്ന പാത്രങ്ങൾ എത്ര തന്നെ തേച്ചാലും ഉരച്ചാലും പോകാത്ത ചെതുമ്പലായി പറ്റിച്ചേർന്നിരിക്കുന്നു. ഇങ്ങനെ ചേർന്നിരിക്കുന്ന വെള്ളത്തിൻ്റെ വേദന തന്നെയാണ് അവരുടെയും വേദന. ഒന്ന് തെളിയാൻ കൂടി കഴിയാത്ത വെള്ളത്തിൻ്റെ അവസ്ഥയെ അതിൻ്റെ വേദനയായി ഇവിടെ പറഞ്ഞിരിക്കുന്നു. നിലനിൽപ്പിന് ആവശ്യമാണല്ലോ ജലം. എന്നാൽ ജലവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതത്തെ കൃത്യമായി ഇവിടെ കവയിത്രി അവതരിപ്പിച്ചിരിക്കുന്നു. നാലാമത്തെ ചോദ്യം: ആലപ്പുഴ നാട്ടുകാരി, മെടഞ്ഞോല മുടിക്കാരി, തൊണ്ടു ചീഞ്ഞ മണമുള്ള ഉപ്പ് ചേർന്ന രുചിയുള്ള കടുംചായ നിറമുള്ള കലശ് വെള്ളത്തിൻ്റെ മകൾ വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിൽ ദേശത്തിനുള്ള സ്വാധീനം വരികളിൽ പ്രതിഫലിക്കുന്നുണ്ടോ? വിശകലനം ചെയ്ത് അഭിപ്രായം സമർത്ഥിക്കുക. ദേശം വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു എന്നുള്ളത് നാം തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. കോവിലനും സക്കറിയയും കടമ്മനിട്ടയും തുടങ്ങി എത്രയോ എഴുത്തുകാർ അവരുടെ കൃതികളിൽ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ നൽകിയിട്ടുള്ള വരികളിൽ നിന്ന് ആലപ്പുഴ ദേശത്തെക്കുറിച്ചും ജനതയെക്കുറിച്ചും ഒരു ചിത്രം വായനക്കാരന് ലഭിക്കുന്നു. ആലപ്പുഴക്കാരിയും മെടഞ്ഞോല മുടിക്കാരിയും തൊണ്ടു ചീഞ്ഞ മണമുള്ള ഉപ്പ് ചേർന്ന രുചിയുള്ള കടും ചായ നിറമുള്ള കലങ്ങിയ വെള്ളത്തിൻ്റെ മകൾ എന്ന് പറയുന്നിടത്ത് വ്യക്തിയും ദേശവും ഒന്നായിത്തീരുന്നു. ഇതെല്ലാം അനുഭവിച്ചവളാണ് എഴുത്തുകാരി എന്ന് വ്യക്തം. ദേശവുമായി ബന്ധപ്പെട്ട വെള്ളം നൽകിയ അനുഭവങ്ങളാണ് തന്നെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് എന്ന് ആലപ്പുഴ വെള്ളം എന്ന കവിതയിലൂടെ കവയിത്രി വിളിച്ചു പറയുന്നു. മറ്റൊരു ചോദ്യം:
ജലമെന്നോ വെള്ളമെന്നോ തിരിയാതെ തിരിയുന്നു, തൊണ്ട ദാഹിക്കുന്നു. വരികളിൽ സൂചിപ്പിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് കവി എത്തിച്ചേർന്നത് എന്തുകൊണ്ടാവാം? കവിതയിലെ മറ്റ് സന്ദർഭങ്ങൾ കൂടി വിശകലനം ചെയ്ത് നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. വെള്ളവും ജലവും തമ്മിൽ അനുഭവപ്പെടുന്ന വ്യത്യാസം എഴുത്തുകാരിയെ സംബന്ധിച്ചിടത്തോളം ദേശത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. വെള്ളത്തിൻ്റെ നാട്ടുകാരിയായ, ജലസമൃദ്ധി കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന എഴുത്തുകാരിക്ക് വെള്ളം അത്ര വിശുദ്ധമല്ല. കാലക്രമത്തിൽ എഴുത്തുകാരി അന്യദേശത്ത് വേരുറപ്പിക്കുന്നു. തെക്ക് ദിക്കിൽ വേരുറപ്പിച്ച അവരിൽ നിന്ന് ആലപ്പുഴ വെള്ളം ഒലിച്ചു പോയിരിക്കുന്നു. എന്നാൽ ആ ദേശവും വെള്ളവും തന്നിൽ നിന്ന് പൂർണ്ണമായും ഒഴുകിപ്പോയിട്ടില്ല എന്ന് എഴുത്തുകാരി തിരിച്ചറിയുന്നു. കലങ്ങിമറിഞ്ഞ് ഉപ്പുചുവയോടെ തേച്ചാലും ഉരച്ചാലും പോകാത്ത ചെതുമ്പലായി അത് ജീവിതത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ജലം വെള്ളമല്ലെന്ന അറിവ് തനിക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുമോ എന്ന് അവർ ഭയപ്പെടുന്നു. ഇത്തരം ഒരു മാനസികാവസ്ഥയാണ് ഈ വരികളിൽ പ്രകടമാവുന്നത്. മറ്റൊരു ചോദ്യം, ദേശത്തിൻ്റെ സവിശേഷതകൾ ആവിഷ്കരിക്കുന്ന കവിതകൾ കണ്ടെത്തി കവിതയരങ്ങ് സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ക്ലാസ് മുറിയിൽ നടത്താവുന്ന പ്രവർത്തനമാണ്. ദേശവും എഴുത്തും എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ കടമ്മനിട്ടയുടെ കടമ്മനിട്ട എന്ന കവിതയിലെ കുറച്ച് വരികൾ ഞാൻ അവിടെ അവതരിപ്പിച്ചിരുന്നു. നിങ്ങൾക്ക് അതിലെ കുറച്ചുകൂടി വരികൾ മനസ്സിലാകാൻ ഞാനിവിടെ ഒന്ന് ചൊല്ലി അവതരിപ്പിക്കുകയാണ്. നെല്ലിൻ തണ്ടുമണക്കും വഴികൾ, എള്ളിൻ നാമ്പു കുരുക്കും വയലുകൾ, എണ്ണം തെറ്റിയ ഓർമ്മകൾ വീണ്ടും കുന്നിൻ ചരിവിൽ മാവിൻ കൊമ്പിൽ ഉണ്ണികളായുറങ്ങിയെണീക്കെ താമരമൊട്ടുകൾ താന്തോ നിത്തം കാട്ടി. കൽപ്പടവാകെ ഇടിഞ്ഞു പൊളിഞ്ഞ കുളത്തിൻ കടവിൽ തള്ളത്തവളകൾ നാമം ചൊല്ലി. കല്ലിനടിയിൽ കാലും നീട്ടിയിരിക്കും നേരം എണ്ണ നിറച്ചൊരു കിണ്ണവുമായി തോർത്തുമുടുത്തു കുളിക്കാനെത്തിയ പുലരിയെ നോക്കി പുൽക്കൊടി നോക്കി പൂക്കളെ നുള്ളി ഉണർത്തി പുണ്ണിലിറങ്ങിയ കുശമുനയൂരി പല്ലിട കുത്തി മണത്തു. കുശുമ്പു നിനച്ചു കുറുമ്പു നടിച്ചു കുളക്കോഴിപ്പിടയാടയുരിഞ്ഞു പിടഞ്ഞു പടിഞ്ഞാട്ടോടിപ്പോവതു നോക്കി നടന്നു ഞാൻ. മുള്ളിലുടക്കിപ്പോറിയ കണ്ണുകൾ മുമ്പേ പോയ വഴിച്ചാലുകളിൽ ചേറി പാഴ്മുള പൊട്ടാൻ വെമ്പും ചേറാടി ചെറുമണികൾ വെറുക്കി ഉള്ളിലെ ഓലത്തുഞ്ചത്തൂഞ്ഞാലാടും കുരുവിക്കൂട്ടിൽ കൊക്കു പിളർത്തി പൂട വിരുത്തിയിരിക്കും കിളിയുടെ വായിൽ വായ്ക്കരിയിട്ടു കൊടുത്തു നടന്നു ഞാൻ. പോലാഞ്ഞാലി കിളിയുടെ വാലിൽ 9 ശീലക്കൊടികളു കെട്ടി പോലക്കുടയുടെ കീഴിൽ ചുവട് ചവിട്ടി വെള്ളം ചെപ്പി ബഹളം കൂട്ടി നടന്ന കാലം ഓർക്കാ കഥയുടെ ശീലുകളായത് ഓർത്തു കുനിഞ്ഞു നടന്നു ഞാൻ. കാവിൽ നോയമ്പിന് കണ്ടത്തിൻകര കാലേ കൈതച്ചെടിയുടെ മറവിലിറങ്ങി തെച്ചി പൂക്കുലയില കോട്ടിയറുത്തു നിറച്ചു നിവർന്നവൾ. കണ്ണിൻ കരട് കുരുങ്ങിയതിന്നു തിരുമ്മി തലമുടി മണമൻ മൂക്കിനെറിഞ്ഞു മുറിഞ്ഞു. നെഞ്ചത്തഞ്ചാറള്ളി മുറിവിനു പച്ചില ആടുകടിച്ചതിലത്ഭുതമിന്നോ. കളഭം തൊട്ടു കരിക്കു നിവേദിച്ചമ്പലമുറ്റത്തമ്പിളി ആരോ അപരാധങ്ങൾ പറഞ്ഞു നടന്നത് മാനക്കേടായി നാണക്കേടായി. ഓഹോ, ഓർമ്മകൾ മുത്തു നരച്ചു മുതുകിൽ കൂനായി. കച്ചിയറുത്തു കലപ്പ പിടിച്ചു കരിപ്പാടങ്ങളിൽ എരുതിൻ വാലിൽ തൂങ്ങി നടക്കും വായാടികളുടെ കൊച്ചുകുരുന്നുകൾ ആഞ്ഞിലമുട്ടിൽ മണ്ണപ്പം ചുട്ടാറ്റില നീരിൽ മൂത്രമൊഴിച്ചു വിളർത്തു മെലിഞ്ഞു വിശപ്പിൻ നെഞ്ചത്താഞ്ഞു തൊഴിച്ചു. കറുത്തു വളർന്നു വരുന്നത് കണ്ട് നടന്നു ഞാൻ. നാടിൻ നന്മ കുടിച്ചു മരിച്ച കുളത്തിൽ ഭഗവതി മാത്രം പാതിര നോക്കി നീരാട്ടാടി. പായലുമൂടി പാഴ്ചെടി മൂടി പാലക്കൊമ്പിൻ നിഴലുകൾ മാത്രം വീണ് വിറച്ചു പരുങ്ങും കാഴ്ചകൾ കണ്ടു നടന്നു ഞാൻ.